എല്ലാവർക്കും എൻ്റെ പുതുവത്സരാശംസകൾ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കണം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇന്നലെ പുതുവർഷത്തിൻ്റെ ആഘോഷങ്ങളിലൊക്കെ മുഴുകിയിട്ടുണ്ടാകും. ഇത് എടപ്പള്ളി സെൻറ്റ് ജോർജ് തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ ക്രിസ്മസിനോടും അതുപോലെ പുതുവത്സരത്തോടും അനുബന്ധിച്ച് ഉണ്ടാക്കിയതാണിത്. കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല സാൻഡയും അതുപോലെ ലൈറ്റ്സുകളുടെയൊക്കെ നല്ല ഒരു മാസ്മരിക ലോകം തന്നെയാണ് അവിടെ സൃഷ്ടിച്ച് വെച്ചേക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്കൊരു കുറ്റം പറയാനൊന്നുമില്ല. അവിടെ നിന്ന് കണ്ട് നമുക്ക് മതിയാകില്ല. ഇത് കണ്ടോ, ചെറിയ ട്രെയിനൊക്കെ, കുട്ടികളൊക്കെ നല്ല കൗതുകത്തോടെയാണ് അവിടെ നോക്കി നിന്നത്. അവിടെ ഓരോ ദിവസം ഓരോ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെയുള്ള കോക്കനട്ട് ആണെങ്കിലും അതിനകത്തൊക്കെ കോക്കനട്ട് ട്രീയൊക്കെ നന്നായി അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് അവിടെ പോയത്. എന്തായാലും എടപ്പള്ളി പള്ളി എന്ന് പറയണത് തന്നെ ഒരു പ്രത്യേക സൗന്ദര്യവും ഭയങ്കര ഭക്തി നിർഭരമായ ഒരു പള്ളിയാണ്. ഞാനെപ്പോഴും എനിക്ക് ഇച്ചിരി ടെൻഷനൊക്കെ വരുമ്പോൾ ഞാനവിടെ പോയി ഇരിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമാണ്, പഴയ പള്ളിയിലായാലും പുതിയ പള്ളിയിലായാലും. എന്നാലും ഈ വർഷം ഇത് അലങ്കരിച്ച് വെച്ചേക്കുന്നത് പ്രത്യേക ഒരു ഭംഗിയാണ്. എന്തായാലും നിങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സൈഡിലുള്ള എല്ലാവരും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്താ അടിപൊളിയല്ലേ. ഒരുപാട് കാലം എടുത്തിട്ടാണ് ഇടപ്പള്ളി പുതിയ പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായതും അതിൻ്റെ ഉൾഭാഗവും വളരെ മനോഹരമാണ്. ഒരിക്കൽ ഞാൻ ആ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുൻപിൽ പോയി നിൽക്കുമ്പോഴാണെങ്കിൽ നല്ല രസമാണ് കാണാൻ. നമ്മൾ മെട്രോയൊക്കെ കാണാം അവിടെ നിന്ന് കഴിഞ്ഞാൽ. അപ്പം ഇത് കാണാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരണം, കാണണം. ഗീവർഗീസ് പുണ്യാളൻ്റെ പള്ളിയാണ്. പഴയ പള്ളിയും പുതിയ പള്ളിയും ഉണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് തരാനും കമൻറ്റ് ഇടാനും മറക്കരുത്. ബൈ.